മാലദ്വീപിൽ മലയാളി അധ്യാപികയ്ക്ക് ക്രൂരമർദ്ദനം. ഗെയിം കളിക്കുന്നത് തടഞ്ഞതിനാണ് 8ാം ക്ലാസ്സുകാരൻ അധ്യാപികയെ മർദ്ദിച്ചത്. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ അധ്യാപിക സ്മിത എൻ പിള്ളയ്ക്ക് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണ്. ഇന്നലത്തെ ഇൻസിഡന്റ് പറഞ്ഞാൽ ഇന്നലെ ആ കുട്ടികളെ ഗ്രേഡ് 8 കുട്ടികളെ ഞാൻ ലാബിൽ കൊണ്ടുവന്നിരുത്തി. അവര് 2 റോ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഫസ്റ്റ് റോയില് ഞാൻ ചെക്ക് ചെയ്തിട്ട് സെക്കൻഡ് റോയില് ഈ കുട്ടി ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവൻ ഗെയിം കളിക്കാറാണ്. സാധാരണ അവൻ അങ്ങനെ ചെയ്യാറുണ്ട് ലാബില്. അപ്പൊ ഞാൻ അവനെ വിലക്കാറുണ്ട്. കാരണം ഒരു കുട്ടി ഗെയിം കളിക്കുന്നത് കണ്ടാൽ ബാക്കി എല്ലാവരും ഗെയിം കളിച്ചു തുടങ്ങും. പിന്നെ അവരുടെ വർക്കൊന്നും അവർ ചെയ്യാറില്ല. അപ്പോൾ അവൻ ഗെയിം കളിക്കുന്നത് ഞാൻ വിലക്കാറുണ്ട്. സാധാരണ അത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും അടുത്ത റൗണ്ടിന് പോയിട്ട് വരുമ്പോൾ അവൻ വീണ്ടും മിക്കവാറും ഗെയിമിൽ തന്നെ ആയിരിക്കും. അപ്പോഴും ഞാൻ ക്ലോസ് ചെയ്തിട്ട് പോകാറാണുള്ളത്. ഇന്നലെ അതുപോലെ അവൻ ഞാൻ ചെന്നപ്പോൾ ഗെയിം കളിക്കുകയാണ്. ഞാൻ ചെന്നപ്പോൾ മോട്ടർ ഓഫ് ചെയ്തു. ഞാനവിടെ മോട്ടർ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ചെയ്തില്ല. പിന്നെ അവനോട് നീങ്ങിയിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ എന്തോ ഒരു സൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗെയിമിംഗ് ആണ്. ഞാനത് ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇൻഫോം ചെയ്യും ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ LTA എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അവൻ പെട്ടെന്ന് എണീറ്റിട്ട് എൻ്റെ ഫോൺ വാങ്ങിച്ച് ആദ്യം ഫോൺ എടുത്തു. അപ്പം ഞാൻ ഈ ഫോൺ എടുത്തെറിഞ്ഞ ഇതിൽ ഞാൻ ഫോൺ പൊട്ടിയോ എന്നുള്ള ഇതിൽ ആ ഒരു സൈഡിലോട്ട് നോക്കുന്ന സമയത്തിന് ഇവനെ പഞ്ച് ചെയ്ത് കഴിഞ്ഞു. പഞ്ച് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ ഇടി കിട്ടിയതെന്ന് എനിക്ക് വരുന്നില്ല. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റക്ക് ആവുന്നില്ല. അതിനോടിടയ്ക്ക് അവൻ ഒരു 3-4 ഇടി എൻ്റെ മൂക്കിൽ ഇടിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞപ്പോഴത്തേക്ക് തലയുടെ ബാക്ക് സൈഡിലും മുടി പിടിച്ച് വലിച്ചിട്ട് 2-3 ഇടി ഇടിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് 3-4 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരാണ് എന്നെ വലിച്ച് പുറത്തോട്ട് കൊണ്ടുപോയത്. ഞാൻ ആകെപ്പെടെ സ്റ്റക്കായിപ്പോയി. അത്രയും 4 ടീച്ചേഴ്സും അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ഇൻസിഡന്റ് ഇതിൽ അവസാനിച്ചത്. അല്ലെങ്കിൽ അതിലും മേലെ പോയേനാ ചിലപ്പോ. കൂടുണ്ടായിരുന്ന ടീച്ചർമാര് ഭയപ്പെട്ട് ടീച്ചറിനെ കോരിയെടുത്തുകൊണ്ട് ആംബുലൻസ് വിളിച്ചു വരുത്തി അടുത്തുള്ള പബ്ലിക് ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അവിടെയുള്ള ട്രീറ്റ്മെന്റ് പരിമിതിയാണ്. കാരണം അവിടെ ഒരു ഫിസിഷ്യൻ മാത്രമേ ഉള്ളൂ. അവിടെ എക്സ്റേ സംവിധാനമൊന്നുമില്ല. അപ്പം അതിനുവേണ്ടി അടുത്തുള്ള ഐലൻഡായ തിനദുവിലേക്ക് കൊണ്ടുപോയി. തിനദുവിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് ENT കാണാനും എക്സ്റേ എടുത്തപ്പോൾ മൂക്കിന്റെ പാലത്തിന് പൊട്ടലുണ്ട്. അതിനുശേഷം CT എടുക്കണം എന്ന് പറഞ്ഞു. അത് ഇന്നാണ് CT എടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത് തുടർന്ന് അതിന്റെ സർജറി 10 ദിവസത്തിനകത്ത് ചെയ്യണം. അതിന്റെ സംവിധാനം മാൽദീവ്സിൽ ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുമാണ് ഡോക്ടറിന്റെ അഭിപ്രായം. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് സ്കൂളിന്റെ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ടീച്ചർ തിനദുവിലുള്ളതുകൊണ്ട് തിനദുവിലെ പ്രിൻസിപ്പളിന് ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട് ടീച്ചറിന്റെ തുണി ഈ ടീച്ചർമാരെ തന്നെ പാക്ക് ചെയ്ത് കയറ്റി വിട്ടാൽ മതി. എന്നിട്ട് ടീച്ചറിനെ അവിടുന്ന് നാട്ടിലേക്ക് കയറ്റി വിട്ടോളൂ, ടീച്ചർ ഇനി നാട്ടിൽ പൊക്കോട്ടെ എന്നുള്ള ഇതാണ് പ്രശ്നം അവർക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ ആ വേറെ സ്കൂളിന്റെ സൈഡിൽ നിന്ന് ഒരു ആക്ഷൻ എടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മളെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഓഫീസിൽ നിന്ന് നമ്മളെ ബന്ധപ്പെട്ടു. അപ്പൊ അവർ പറയുന്നത് അവരിതിനു വേണ്ടി എല്ലാ ഇതിലും സഹകരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവര് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനുമായിട്ട് സംസാരിച്ചു. കാരണം ഇന്ത്യയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 2000-ഓളം ആളുകൾ മാൽദീവ്സിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിലൊരു 75% കേരളത്തിൽ നിന്നുള്ളവരാണ്. അപ്പൊ ഇതുപോലെ ഇതിനു മുമ്പും പല ടീച്ചർമാർക്കും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത് അവിടെ നിന്ന് ആ ടീച്ചറെ അങ്ങ് നാട് കടത്തും. അപ്പൊ ഈ ഇഷ്യൂ അവിടെ വെച്ച് ഇതാവുകയാണ്. ഇതൊന്നും അറിയാതെയാണ് ഇവിടുന്ന് വീണ്ടും ആളുകൾ അവിടേക്ക് ടീച്ചിങ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷനിലേക്ക് പോകുന്നത്. കാരണം അവിടെ കുട്ടികളെ നമുക്ക് വഴക്ക് പറയാനോ ഒന്നും തന്നെ പാടില്ല. അപ്പോൾ കുട്ടികൾ പക്ഷെ ഭയങ്കരമായ അരകണ്ടാണ്. അരുൺ മോഹൻ വിവരങ്ങളുമായി ചേരും. അരുണ്, ഇവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുക, സർജറി ഇവിടെ മാത്രമേ സാധിക്കൂ എന്നാണ് ഇപ്പോൾ അവിടുത്തെ മാലദ്വീപ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് എത്തിക്കാമെന്നുള്ള വിശ്വാസത്തിലാണോ ഇപ്പോൾ ബന്ധുക്കൾ? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ് അവരുടെ വിശ്വാസത്തിൽ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അതിനുള്ള നീക്കങ്ങളാണ് നീങ്ങുന്നത്. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ലാസ് മുറിയിൽ വെച്ചായിരുന്നു ഈ സ്മിതയ്ക്ക് 8ാം ക്ലാസ്സുകാരന്റെ ആക്രമണം നേരിടുന്നത്. ആക്രമണത്തിൽ തന്നെ ആ സമയത്ത് തന്നെ അബോധാവസ്ഥയിൽ എത്തി എന്നാണ് കൂടെ ഉണ്ടായിരുന്ന അധ്യാപകർ പറയുന്നത്. അവരുടെ സഹായത്തോടാണ് ആശുപത്രിയിൽ എത്തിച്ചതിനെ തുടർന്ന് ഈ പൊട്ടലുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ നമുക്കറിയാം മാലിദ്വീപിലുള്ള പലരും ചികിത്സ തേടിയെത്തുന്നത് കേരളത്തിലേക്കാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്ക്
എത്തുന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ അവിടെ അത്തരത്തിലൊരു സംവിധാനമില്ല എന്ന് അവിടത്തുള്ള ആരോഗ്യ വൃത്തങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി ശസ്ത്രക്രിയ ഇവിടെ നൽകണം എന്ന് പറയുന്നത്. അപ്പോൾ അത് നൽകേണ്ടത് ആവശ്യവുമാണ് എന്ന ബോധ്യത്തിൽ അതിനുള്ള ഒരുക്കങ്ങൾ നിൽക്കുകയാണ്. എന്നാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ആശുപത്രിയിൽ അവിടുത്തെ ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഉള്ളത്. അവിടുന്ന് ഡോക്ടർ സ്ഥിത അവരുടെ സങ്കേതത്തിലേക്ക് എത്തും. അവിടെ എത്തിയതിനു ശേഷം മാലി പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരാതി നൽകിയതിനു ശേഷമായിരിക്കും വരുന്നത് ഇവിടെ നാട്ടിലേക്ക് മടങ്ങുക. ഇത് ഈ ആക്രമണത്തെ ചൊല്ലിയുള്ള ഒരു പരാതി നൽകുന്നു എന്നുള്ളത് നമുക്കറിയാൻ കഴിഞ്ഞു. എന്തായാലും MP തലത്തിൽ ഉൾപ്പെടെ ഈ ഒരു ഇടപെടൽ നടത്തുന്നത്, കാരണം ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകി അവർ വേണ്ട സഹായം നൽകാമെന്ന് പറയുന്നു. പക്ഷെ അത് ഊർജിതമാക്കണമെങ്കിൽ ഇവിടെ നിന്നുള്ളൊരു ബലം കൂടി വേണം എന്നാണ് കുടുംബം പറയുന്നത്. അതിലേക്ക് വേണ്ടി MP തലത്തിൽ നോക്കുന്നു. അതാണ് മാധ്യമങ്ങളെ ഉൾപ്പെടെ അവർ ശ്രദ്ധ നേടിയത്. എന്തായാലും വളരെ ഗൗരവമായ ഒരു സംഭവം തന്നെയാണ്. കാരണം ഇവിടെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ ഇതിനൊക്കെ ഒരു നിയമ പോരാട്ടങ്ങളും നടത്താം. 8ാം ക്ലാസ്സുകാരനാണെങ്കിൽ പോലും ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു സഹായമെങ്കിലും ലഭിക്കും. ഇത് നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കുടുംബം എന്നുള്ളതാണ് അവരുടെ അവലാതി. എന്തായാലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സങ്കടമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സ്മിതയുടെ കുടുംബം. അരുൺ മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.